ഒരുപാട് ആളുകൾ സിമിലർ ആയിട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് സ്പേസിൽ പോയിട്ട് അവിടെ നമ്മളൊരു ബിസിനസ് തുടങ്ങി വിജയിപ്പിക്കുന്നതും മറ്റു കോമ്പറ്റീറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത പുതിയൊരു മാർക്കറ്റ് സ്പേസ് കണ്ടെത്തി അവിടെ പുതിയൊരു ബിസിനസ് തുടങ്ങി വിജയിപ്പിക്കണം തമ്മിൽ ഒരുപാട് മാറ്റം കേട്ടോ. നിങ്ങൾ ഈ ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജിനെ കുറിച്ച് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ഈ കുറേ കോമ്പറ്റീറ്റേഴ്സ് ഉള്ള ഒരു മാർക്കറ്റ് സ്പേസിൽ പോയിട്ടുള്ള മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ പരാജയപ്പെടുത്തി വിജയിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമർ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപിടി കൂടി ചോര ചിന്തന അവസ്ഥ ഉള്ളവരെ കുറിച്ചാണ് ശരിക്കും റെഡ് ഓഷ്യൻസ് എന്ന് പറയുന്നത്. എന്നാൽ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത പുതിയൊരു മാർക്കറ്റ് സ്പേസ് കണ്ടെത്തി അവിടെ പുതിയ കുറേ കാര്യങ്ങൾ അവതരിപ്പിച്ച് അവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പ്രീമിയം ചാർജ് ചെയ്ത് വിജയിപ്പിച്ചെടുക്കുന്നവരെ കുറിച്ചാണ് ഈ ബ്ലൂ ഓഷ്യൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ്സിനകത്ത് അങ്ങനെ ഒരു ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി നമുക്ക് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും യുണീക്ക് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇന്നോവേഷൻ കൊണ്ടുവരണം. ഇന്നോവേഷൻ കൊണ്ടുവരാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ ഈ ടെക്നോളജി എന്നുള്ളത്. എന്തായാലും നമ്മൾ അങ്ങനെ ഒരു പുതിയൊരു മാർക്കറ്റ് സ്പേസ് കണ്ടെത്തി വിജയിപ്പിച്ചെടുത്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സക്സസ് ആണത്. അതല്ലാതെ മറ്റുള്ളവരെ പരാജയപ്പെടുത്തി നമ്മൾ ഉണ്ടാക്കുന്ന സക്സസിനകത്ത് കുറേ മനസ്സമാധാനക്കേട് ഒരുപക്ഷെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ബിസിനസ്സിനകത്ത് എങ്ങനെ അങ്ങനെ യുണീക്ക് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സ്പേസ് കൊണ്ടുവരാം, പുതിയൊരു കസ്റ്റമർ സെഗ്മെന്റ് എങ്ങനെ കണ്ടെത്താം, എങ്ങനെ ഒരു ഇന്നോവേഷൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് നോക്കുക. ഞാൻ സയ്യിദ്, ഓൾ ദി ബെസ്റ്റ്.